ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എ പ്ലസ് നോട്ട്ബുക്ക്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ജോഗ്രഫിയുടെ 4th ചാപ്റ്ററായ ബൈ ദ ഹാൻഡ്സ് ഓഫ് ദ നേച്ചറിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ വേരിയസ് ലാൻഡ് ഫോംസ് ഓൺ ദ എർത്ത്? എർത്തിലെ വിവിധ തരം ലാൻഡ് ഫോമുകൾ ഏതൊക്കെയാണ്? മൗണ്ടൻസ് പർവ്വതങ്ങൾ, വാലീസ് താഴ്വര, പ്ലെയിൻസ് സമതലങ്ങൾ, പ്ലേറ്റ്യൂസ് പീഠഭൂമികൾ, വാട്ടർഫോൾസ് വെള്ളച്ചാട്ടങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ജിയോമോർഫിക് പ്രോസസ്സസ്? എന്താണ് ജിയോമോർഫിക് പ്രോസസ്സസ്? The processes that help in the formation of landforms are called geomorphic processes. ലാൻഡ് ഫോമിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്ന പ്രക്രിയകളെയാണ് ജിയോമോർഫിക് പ്രോസസ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ജിയോമോർഫിക് ഏജൻസ്? എന്താണ് ജിയോമോർഫിക് ഏജന്റുകൾ? Varied landforms are created by the continuous processes carried out by external agencies like running water, wind, glaciers, sea waves, etc. Hence, these agencies are often called geomorphic agents. അതായത് എക്സ്റ്റേണൽ ഏജൻസികളായിട്ടുള്ള റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേസിയർ, സീ വേവ്സ് തുടങ്ങിയവയുടെ കണ്ടിന്യൂസ് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വിവിധ തരം ലാൻഡ് ഫോംസ് രൂപം കൊള്ളുന്നത്. അപ്പം ഈ എക്സ്റ്റേണൽ ഏജൻസികളെയാണ് നമ്മൾ ജിയോമോർഫിക് ഏജന്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഗ്ലേസിയേഴ്സ്? എന്താണ് ഗ്ലേസിയറുകൾ? സ്ലോ മൂവിങ് മാസസ് ഓഫ് ഐസ് ആർ കോൾഡ് ഗ്ലേസിയേഴ്സ്. അതായത് സാവധാനം നീങ്ങുന്ന മഞ്ഞുപാളികളെയാണ് ഗ്ലേസിയറുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ജിയോമോർഫോളജി? എന്താണ് ജിയോമോർഫോളജി? ജിയോമോർഫോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ജോഗ്രഫി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോംസ്. ലാൻഡ് ഫോംസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അവയുടെ പരിണാമത്തെക്കുറിച്ചും പഠിക്കുന്ന ജോഗ്രഫിയുടെ ബ്രാഞ്ചാണ് ജിയോമോർഫോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്കൊരു ചിത്രം കാണാൻ സാധിക്കും. ചിത്രത്തിൽ എന്താണുള്ളത്? റെയിൻ വാട്ടറിലൂടെ ലൂസ് പാർട്ടിക്കിൾസ് എന്ത് സംഭവിക്കുന്നു? ക്യാരി ചെയ്ത് ലോ ലൈങ് റീജിയണിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം. Haven't you seen how rainwater carries the loose rock particles from elevated region and deposits elsewhere? ഇപ്പോൾ ചിത്രത്തിലൂടെ നമുക്ക് ഉയർന്ന പ്രദേശത്തിൽ നിന്നും ലൂസ് പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് മഴവെള്ളം ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് ലോ ലൈങ് റീജിയനിൽ ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. What changes take place on the surface of the earth as a result of both the process mentioned above? അപ്പോൾ മുകളിൽ പറഞ്ഞ രണ്ട് പ്രോസസ്സിൻ്റെയും ഫലമായിട്ട് എർത്തിൻ്റെ സർഫസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? എന്തൊക്കെ മാറ്റങ്ങളാണ്? ഇങ്ങനെ ലൂസ് മെറ്റീരിയൽസിനെ ക്യാരി അവേ ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കും? ഇറോഷൻ സംഭവിക്കും. അത് ലോ ലൈങ് റീജിയനിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഡെപ്പോസിഷനാണ് സംഭവിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഓഫ് വെതറിങ്? വെതറിങ്ങിലെ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഡിസിൻറ്റിഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിങ്. അതായത് റോക്സുകൾ ജീർണിക്കുകയോ അല്ലെങ്കിൽ അവ വിഘടിക്കുകയോ ചെയ്യുന്നതിനെയാണ് വെതറിങ് എന്ന് പറയുന്നത്. ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ് പ്രോസസ്സസ്. പ്രധാനമായിട്ട് 3 തരം വെതറിങ് പ്രോസസ്സുകളാണ് ഉള്ളത്. ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഇറോഷനും ഡെപ്പോസിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ വെതറിംഗ് പ്രോസസ്സസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ എക്സ്റ്റേണൽ ഏജൻസീസ് സച്ച് എസ് റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്ലേസിയേഴ്സ്, സീ വേവ്സ് എക്സെട്ര ഈസ് കോൾഡ് ഇറോഷൻ. ഇപ്പം എന്താണ് ഇറോഷൻ? ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ വെതറിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് റോക്ക് പാർട്ടിക്കിൾസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എക്സ്റ്റേണൽ ഏജൻസികളായ റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേസിയർ, സീ വേവ്സ് തുടങ്ങിയവ കൊണ്ടുവരുന്നു. അതായത് മറ്റൊരു സ്ഥലത്ത് നിന്ന് അതിനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. These materials will be deposited in low-lying regions and this process is called deposition. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന മെറ്റീരിയൽസിനെ ഈ എക്സ്റ്റേണൽ ഏജൻസികൾ എന്ത് ചെയ്യും? ലോ ലൈങ് റീജിയനിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ ഇവയെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഡെപ്പോസിഷൻ എന്ന് പറയപ്പെടുന്നത്.
Erosion as well as deposition carried out by external agencies create varied landforms. എക്സ്റ്റേണൽ ഏജൻസികൾ ഉണ്ടാക്കുന്ന ഇറോഷൻ്റെയും ഡെപ്പോസിഷൻ്റെയും ഫലമായിട്ടാണ് വിവിധ തരം ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ എക്സ്റ്റേണൽ ഏജൻസികളെ പറ്റിയും അവർ ഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹൗ ഡസ് എ റിവർ ഡെവലപ്പ്? എങ്ങനെയാണ് ഒരു റിവർ ഡെവലപ്പ് ചെയ്യുന്നത്? ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവുകളിൽ നിന്നാണ് നദികൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. റിൽസ് ഫോംഡ് ബൈ റെയിൻ വാട്ടർ മേ ജോയിൻ ടുഗദർ ടു ഫോം സ്ട്രീംസ്. എന്നിട്ട് റെയിൻ വാട്ടറുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും? ചെറു ചാലുകളായിട്ട് ഇത് ഒഴുകുന്നു. പിന്നീട് ഈ ചെറു ചാലുകൾ ജോയിൻ ചെയ്തിട്ട് സ്ട്രീംസ്, അതായത് അരുവികൾ ഫോം ചെയ്യുന്നു. റിവർ ഡെവലപ്പ് ത്രൂ ദ മേർജിങ് ഓഫ് ന്യൂമറസ് സച്ച് സ്ട്രീംസ്. ഇങ്ങനെ പല സ്ട്രീമുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഒരു നദി രൂപം കൊള്ളുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് സോഴ്സ് ആൻഡ് റിവർ മൗത്ത്? എന്താണ് സോഴ്സ്, എന്താണ് റിവർ മൗത്ത്? ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് എ റിവർ ഈസ് കോൾഡ് ഇറ്റ്സ് സോഴ്സ് ആൻഡ് ദ പ്ലേസ് അറ്റ് വിച്ച് ഇറ്റ് ഡിസ്ചാർജസ് ഇൻ ടു ദ സീ ഓർ ടു എ വാട്ടർ ബോഡി ഈസ് കോൾഡ് ദ റിവർ മൗത്ത്. നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ സോഴ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കടലിലോട്ടോ മറ്റേതെങ്കിലും ജലാശയത്തിലോട്ടോ ആയിരിക്കും ഈ നദികൾ എത്തിച്ചേരുക. ഈ പ്രദേശത്തെയാണ് നമ്മൾ റിവർ മൗത്ത് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് സം ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ഫ്ലോ ഓഫ് എ റിവർ. ഒരു നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വോളിയം ഓഫ് വാട്ടർ, അതായത് ജലത്തിൻ്റെ അളവ്. റോക്ക് സ്ട്രക്ചർ, റോക്കിൻ്റെ ഘടന. എമൗണ്ട് ഓഫ് സെഡിമെൻസിൻ്റെ അളവ്. സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ, അതായത് ആ പ്രദേശത്തിൻ്റെ സ്ലോപ്പ്, ചരിവ്. ഇതൊക്കെയാണ് ഒരു നദിയുടെ ഫ്ലോയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഴ്സ് ഓഫ് എ റിവർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 stages. എക്സ്പ്ലെയിൻ ഈച്ച് സ്റ്റേജ്. റിവറിൻ്റെ കോഴ്സിനെ 3 സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. The course of a river is divided into 3 stages based on the difference in slope from its source to mouth. അതായത് റിവറിൻ്റെ സോഴ്സ് മുതൽ റിവറിൻ്റെ മൗത്ത് വരെയുള്ള റീജിയണിനെ അതിൻ്റെ ചരിവിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ് എന്നിങ്ങനെയാണ്. അപ്പർ കോഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പർ കോഴ്സ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ റിവർ വെയർ ഇറ്റ് റാപ്പിഡ്ലി ഫ്ലോസ് ഡൗൺ എലോങ് സ്റ്റീപ്പ് സ്ലോപ്സ് ഫ്രം ദ പ്ലേസ് ഓഫ് ഒറിജിൻ. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഈസ് സിവിയർ ഇൻ ദിസ് കോഴ്സ്. അതായത് റിവർ ഒറിജിൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ വളരെ സ്പീഡിൽ ഒഴുകുന്ന ഭാഗമാണ് അപ്പർ കോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ വളരെയധികം കൂടുതലായിരിക്കും. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദ റിവർ. അപ്പർ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവർ ഒറിജിൻ ചെയ്യുന്ന പ്രദേശത്താണ് ഈ അപ്പർ കോഴ്സ് എന്ന് പറയുന്നത്. റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ്പ് സ്ലോപ്സ്. കുത്തനെയുള്ള പ്രദേശങ്ങളിലൂടെയാണ് ഇവിടെ റിവർ ഒഴുകുന്നത്. കുത്തനെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഇൻറ്റൻസ് റേറ്റ് ഓഫ് ഇറോഷൻ്റെ നിരക്ക് വളരെയധികം കൂടുതലായിരിക്കും. നോ ഡെപ്പോസിഷൻ ഇല്ലാതാനും. അപ്പം വളരെ കുത്തനെയുള്ള ചരിവിലൂടെ ഒഴുകുന്നത് കൊണ്ടും വളരെ വേഗത്തിൽ ഒഴുകുന്നത് കൊണ്ടും ഇറോഷൻ കൂടുതലാണ്, ഡെപ്പോസിഷൻ ഇല്ല. ലാൻഡ്ഫോം സച്ചസ് വാലി, വാട്ടർഫോൾ എക്സെട്ര ആർ സീൻ. വാലി, വാട്ടർഫോൾ തുടങ്ങിയ ലാൻഡ്ഫോംസ് ആണ് നമുക്ക് അപ്പർ കോഴ്സിൽ കാണാൻ സാധിക്കുക. മിഡിൽ കോഴ്സ് is that stage of the river where it flows through gentle sloping foothills. As the velocity of the flow decreases, the intensity of erosion declines and deposition begins. മിഡിൽ കോഴ്സിൽ താരതമ്യേന ചരിവ് കുറഞ്ഞ അടിവാര മേഖലയിലൂടെയാണ് റിവർ ഒഴുകുന്നത്. ഈ ഘട്ടത്തിൽ നദിയുടെ വെലോസിറ്റി കുറയുകയും ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ കുറഞ്ഞിട്ട് ഡെപ്പോസിഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. മിഡിൽ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫ്ലോസ് ത്രൂ ദ ഫുട് ഹിൽസ്, അതായത് അടിവാരത്തു കൂടിയാണ് നദി ഇവിടെ ഒഴുകുന്നത്. അടിവാര പ്രദേശങ്ങളിലൂടെയാണ് നദി ഒഴുകുന്നത്. ബോത്ത് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷണൽ പ്രോസസ് ആർ ആക്റ്റീവ്. ഇവിടെ ഇറോഷണൽ ഡെപ്പോസിഷണൽ പ്രോസസ്സ് വളരെയധികം സജീവമാണ്. ഫീച്ചേഴ്സ് സച്ചസ് മിയാൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ് ആർ സീൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ മിയാൻഡറുകളും ഓക്സ്ബോ ലേക്കുകളും ആണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ അടിവാരങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഒഴുകുന്നതിൻ്റെ വേഗത കുറയുന്നത് കൊണ്ടും എന്താണ്, ഇറോഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നു. കുറച്ചായിട്ട് ഡെപ്പോസിഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അതാണ് മിഡിൽ കോഴ്സിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ലോവർ കോഴ്സ്. ലോവർ കോഴ്സ് ഈസ് ദ സ്റ്റേജ് വെയർ ദ റിവർ ഫ്ലോസ് ത്രൂ ദ പ്ലെയിൻസ്. ദ റേറ്റ് ഓഫ് ഡെപ്പോസിഷൻ വിൽ ബി ഹയർ ഡ്യൂ ടു ദ സ്ലോ പേസ് ഓഫ് ദ റിവർ ആൻഡ് ദ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് സെഡിമെൻറ്റ്സ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ്.
ലോവർ കോഴ്സിൽ സമതല ഭാഗത്തു കൂടിയാണ് നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ സെഡിമെന്റ്സിന്റെ അളവ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒഴുക്കിന്റെ വേഗം കുറയുകയും സെഡിമെന്റ്സിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ടും ഇവിടെ എന്താണ്, ഡെപ്പോസിഷന്റെ റേറ്റ് വളരെയധികം കൂടുതലാണ്. കണ്ടോ, വളരെ സമതലമായിട്ടുള്ള റീജിയണിലൂടെയാണ് നദി ഒഴുകുന്നത്, വളരെ പതിയെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, സെഡിമെന്റ്സിന്റെ അളവ് ഓൾറെഡി കൂടുതലാണെന്ന് പറഞ്ഞല്ലോ, സെഡിമെന്റ്സിന്റെ അളവ് കൂടുതലായതുകൊണ്ടും സ്ലോ പേസിൽ ഒഴുകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഡെപ്പോസിഷൻ വളരെയധികം കൂടുതലാണ്. ഫീച്ചേഴ്സ് നോക്കാം. ഫ്ലോസ് ത്രൂ ദ പ്ലെയിൻസ്, സമതല പ്രദേശത്തു കൂടിയാണ് നദി ഒഴുകുന്നത്. ആക്റ്റീവ് ഡെപ്പോസിഷണൽ പ്രോസസ്സ്, ഇവിടെ എന്താണ്, ഡെപ്പോസിഷൻ വളരെയധികം സജീവം. ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് സച്ച് എസ് ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റാസ് ആർ സീൻ. ഇപ്പോൾ ലോവർ കോഴ്സിൽ കാണാൻ സാധിക്കുന്ന ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ് പ്ലെയിൻസും ഡെൽറ്റകളുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേജ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ മോർ? ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഇറോഷൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂടുതൽ? ഏതിലാണ്? ഓഫ് കോഴ്സ് അപ്പർ കോഴ്സിലായിരിക്കും. വിച്ച് പ്രോസസ് റിസൾട്ട്സ് ദ ലാൻഡ് ഫോംസ് ഡെവലപ്ഡ് ഇൻ ദ ലോവർ കോഴ്സ്? ഏത് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ലോവർ കോഴ്സിൽ ലാൻഡ് ഫോംസ് രൂപപ്പെട്ടത്? ഡെപ്പോസിഷണൽ പ്രോസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് റിവർ ഇറോഷൻ? റിവർ ഇറോഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോ, അതായത് ഒഴുക്കിൻ്റെ വേഗത, സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ, ആ പ്രദേശത്തിൻ്റെ ചരിവ്, റോക്ക് സ്ട്രക്ചർ, റോക്കിൻ്റെ ഘടന, ഇതൊക്കെയാണ് റിവർ ഇറോഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അബ്രാഷൻ ഓർ കൊറാഷൻ? അബ്രാഷൻ അല്ലെങ്കിൽ കൊറാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റോക്ക് പാർട്ടിക്കിൾസ് ലൈക്ക് ഗ്രാവൽ, സാൻഡ്, പെബിൾസ് എക്സെട്ര carried by the river rub against the rocks along the bed and both the sides of the river. This result in the wearing down of rocks. Such erosion is known as abrasion or corrosion. അതായത് റിവർ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഗ്രാവല്, സാൻഡ്, പെബിൾസ് പോലെയുള്ള റോക്ക് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, റിവറിൻ്റെ അടിയിലും അതുപോലെ തന്നെ അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടുള്ള റോക്സിൽ ഉരസിയിട്ട് തേയ്മാനം സംഭവിക്കുന്നു. ഇത്തരം ഇറോഷനെയാണ് അബ്രാഷൻ അല്ലെങ്കിൽ കൊറാഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ചിത്രം കാണാം. എന്താണത്? പെബിൾസ് ആണ് അല്ലേ? യു മൈറ്റ് ഹാവ് സീൻ ദ പെബിൾസ് as shown in the picture. ചിത്രത്തിലെ പോലെ നിങ്ങൾ ഉരുളൻ കല്ലുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് ദെയർ റൗണ്ട് ഷേപ്പ് ആൻഡ് പോളിഷ്ഡ് സർഫസ്? ഇവയുടെ റൗണ്ട് ഷേപ്പിനും അതുപോലെ തന്നെ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള മിനുസമുള്ള സർഫസിനും കാരണം എന്തായിരിക്കാം? എന്താണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അബ്രാഷൻ ഓർ കൊറാഷൻ. അബ്രാഷനോ അല്ലെങ്കിൽ കൊറോഷനോ ആണ് ഇതിന് കാരണം. ഹൗ ദ ഇറോഷൻ ഓൾട്ടേഴ്സ് ദ ബെഡ് ആൻഡ് വാലീസ് ഓഫ് ദ റിവർ? എങ്ങനെയാണ് ഇറോഷൻ റിവർ ബെഡിനെയോ അല്ലെങ്കിൽ റിവർ വാലീസിനെയോ ചേഞ്ച് ചെയ്യുന്നത്, മാറ്റങ്ങൾ വരുത്തുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക? ഇറോഷൻ അലോങ് ദ ബെഡ്. ഇറോഷൻ അലോങ് ദ ബെഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അടിത്തട്ടിൻ്റെ ഇറോഷൻ അല്ലേ? അപ്പോൾ ഇങ്ങനെ അടിത്തട്ടിൻ്റെ ഇറോഷൻ സംഭവിക്കുന്നത് അപ്പർ കോഴ്സിലാണ്. അന്നേരം എന്ത് സംഭവിക്കും? നദിയുടെ ആഴം കൂടും, ഡീപ്പൻസ് റിവർ. അതേസമയം ഇറോഷൻ അലോങ് ദ വാലി, വാലിയിലാണ് ഇറോഷൻ സംഭവിക്കുന്നത്. റിവറിൻ്റെ ഇരുവശങ്ങളിലാണ് ഇറോഷൻ സംഭവിക്കുന്നതെങ്കിൽ എന്താണ്? റിവറിൻ്റെ വീതിയാണ് കൂടുന്നത്, വൈഡൻസ് റിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ സച്ച് ഗള്ളീസ് ഫോംഡ് അലോങ് സ്റ്റീപ്പ് സ്ലോപ്സ്? എന്തുകൊണ്ടാണ് കുത്തനെ ചരിഞ്ഞ പ്രദേശങ്ങളിൽ ഗള്ളികൾ ഫോം ചെയ്യാൻ കാരണമാവുന്നത്? ഗള്ളീസ് ആർ ഫോംഡ് ഡ്യൂ ടു ഇൻറ്റൻസ് ഇറോഷൻ റിസൾട്ടിംഗ് ഫ്രം ആൻ ഇൻക്രീസ് ഇൻ ദ വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോ. അതായത് വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കൂടുന്നത് മൂലം ഇറോഷൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുന്നു. ഇതുകൊണ്ടാണ് എന്ത് ഗള്ളീസ് ഫോം ചെയ്യുന്നത്. കണ്ടോ, ഗള്ളീസ് ഫോം ചെയ്യുന്നത് ഇതുമൂലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ വി ഷേപ്ഡ് വാലീസ്? എന്താണ് V-shaped valleys? As a result of the intensity of erosion along the river bed, the valleys take a distinct shape. Such valleys are called V-shaped valleys. നദിയുടെ അടിത്തട്ടിൽ ഇറോഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതോടുകൂടി വാലീസിനൊരു പ്രത്യേക രൂപം കൈവരുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ട വാലീസിനെയാണ് നമ്മൾ V-shaped valleys എന്ന് പറയുന്നത്. What are fluvial landforms? Landforms created by the erosion or depositional activities of rivers are called fluvial landforms. അതായത് ഇറോഷൻ അല്ലെങ്കിൽ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ലാൻഡ്ഫോംസിനെയാണ് ഫ്ലൂവിയൽ ലാൻഡ്ഫോംസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാട്ടർഫോൾസ് ആർ ഫോംഡ്? എങ്ങനെയാണ് വാട്ടർഫോൾസ് രൂപം കൊള്ളുന്നത്? വാട്ടർഫോൾസ് ആർ ജനറലി ഫോംഡ് അറ്റ് ദി അപ്പർ കോഴ്സ് ഓഫ് റിവേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഇറോഷൻ. അതായത് അപ്പർ കോഴ്സിലാണ് വാട്ടർഫോൾസ് സാധാരണയായിട്ട് ഫോം ചെയ്യുന്നത്. ഇറോഷൻ്റെ ഫലമായിട്ടാണ് വാട്ടർഫോൾസ് രൂപം കൊള്ളുന്നത്. സോഫ്റ്റ് റോക്സ് ആർ ഈസിലി ഇറോഡഡ് ഇൻ ദ വാലീസ് വെയർ സോഫ്റ്റ് ആൻഡ് ഹാർഡ് റോക്സ് ആർ ഫൗണ്ട് ഇന്റർമിങ്കിൾഡ്. അതായത് ഇവിടെ വാലീസിൽ ഈ
ഹാർഡ് റോക്സിനൊപ്പം എന്താണ് ഇതിൻ്റെ ഈ പ്രദേശങ്ങളിൽ സോഫ്റ്റ് റോക്സ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ഇടകലർന്നാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇറോഷന്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സോഫ്റ്റ് റോക്സ് എല്ലാം പെട്ടെന്ന് തന്നെ ഇറോഡ് ചെയ്ത് പോയി. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ടർഫോൾ. ഇങ്ങനെയാണ് വാട്ടർഫോൾസ് രൂപം കൊള്ളുന്നത്. വാട്ട് ആർ മിയാൻഡേഴ്സ്? എന്താണ് മിയാൻഡേഴ്സ്? The river flowing through comparatively gentle slopes take deviation when the sediments or rock forms create obstruction to the flow. അതായത് റിവർ ഒഴുകുമ്പോൾ അതിനകത്ത് സെഡിമെന്റ്സും റോക്ക് ഫോംസും ഒക്കെ ഉണ്ടാവും. ഇത് അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യും? അത് റിവറിന്റെ ഫ്ലോയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തടസ്സം ഉണ്ടാകുമ്പോൾ റിവർ എന്ത് ചെയ്യും? വളഞ്ഞൊഴുകാൻ തുടങ്ങും. ദ സൈനസ് കർവ്സ് ഫോംഡ് അലോങ് ദ റിവർ കോഴ്സ് ആർ കോൾഡ് മിയാൻഡേഴ്സ്. നദീമാർഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെയാണ് നമ്മൾ മിയാൻഡറുകൾ എന്ന് പറയുന്നത്. Meanders are usually formed in the middle and lower courses of wide rivers. വളരെ വൈഡ് ആയിട്ടുള്ള നദികളുടെ മിഡിൽ ആൻഡ് ലോവർ കോഴ്സുകളിലാണ് നമ്മൾ മിയാൻഡേഴ്സ് കാണപ്പെടുന്നത്. ഹൗ ഓക്സ്ബോ ലേക്സ് ടേക്ക് ബർത്ത് ഫ്രം മിയാൻഡേഴ്സ്. മിയാൻഡറുകളിൽ നിന്ന് എങ്ങനെയാണ് ഓക്സ്ബോ ലേക്സ് ഫോം ചെയ്യുന്നത്? മിയാൻഡേഴ്സ് കർവ് ഫർദർ ത്രൂ കണ്ടിന്യൂസ് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഫൈനലി ദ റിവർ ടേക്സ് എ സ്ട്രെയിറ്റ് കോഴ്സ്. Due to deposition, the curve gets detached from the main river, form isolated water bodies. Such water bodies are called oxbow lakes. അതായത് തുടർച്ചയായ ഡെപ്പോസിഷൻ്റെയും ഇറോഷൻ്റെയും ഫലമായിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ ഡെപ്പോസിഷൻ സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഇറോഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇറോഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? റിവർ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒഴുകാൻ തുടങ്ങുന്നു, സ്ട്രെയിറ്റ് കോഴ്സ് എടുക്കുന്നു. പിന്നെ ഡെപ്പോസിഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഐസൊലേറ്റഡ് വാട്ടർ ബോഡി ഫോം ചെയ്യുന്നു. ഇത്തരം ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസിനെയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഫ്ലഡ് പ്ലെയിൻസ്? എന്താണ് ഫ്ലഡ് പ്ലെയിനുകൾ? ഡ്യൂറിംഗ് റെയിനി സീസൺ ദ റിവേഴ്സ് ഓവർഫ്ലോ ആൻഡ് ഫ്ലഡ് വാട്ടർ കവേഴ്സ് എക്സ്റ്റെൻസീവ് ഏരിയ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റിവർ. അപ്പോൾ മഴക്കാലങ്ങളിൽ നദി കവിഞ്ഞൊഴുകാറുണ്ട് അല്ലേ? നദി കവിഞ്ഞൊഴുകി ഈ ഫ്ലഡ് വാട്ടർ എന്ത് ചെയ്യും? നദിയുടെ രണ്ട് കരയിലേക്കും ഓവർഫ്ലോ ചെയ്യും. ഒരുപാട് റീജിയനെ കവർ ചെയ്ത് ഇതിങ്ങനെ ഒഴുകും. ഇതിന്റെ ഫലമായിട്ട് ദ ഡെപ്പോസിഷൻ ഓഫ് അലൂമിനിയം അലോങ് both the flooded banks cause the formation of plains. അപ്പോൾ ഇങ്ങനെ ഫ്ലഡഡ് വാട്ടർ ഇങ്ങനെ കവിഞ്ഞൊഴുകുമ്പം അലൂവിയൽ സോയിൽസ് രണ്ട് കരകളിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇത്തരം പ്ലെയിൻസിനെയാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. സച്ച് പ്ലെയിൻസ് ആർ കോൾഡ് ഫ്ലഡ് പ്ലെയിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ഡെൽറ്റാസ് ഫോംഡ്? എങ്ങനെയാണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്? അറ്റ് ദി റിവർ മൗത്ത് വെലോസിറ്റി ഓഫ് ദ റിവർ ഡിക്രീസസ് ആൻഡ് മോസ്റ്റ് റിവർ ബ്രാഞ്ച് ഔട്ട് ടു ഡിസ്ട്രിബ്യൂട്ടറീസ്. ഓൾസോ ദ വോളിയം ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് സെഡിമെന്റ്സ് ഈസ് ഹൈ അറ്റ് ദിസ് സ്റ്റേജ്. The sediments brought by the river are deposited between these distributaries, forming almost triangular shaped landforms called deltas. റിവർ മൗത്തിലാവുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? റിവറിൻ്റെ വെലോസിറ്റി വേഗത കുറയുകയും റിവർ ബ്രാഞ്ചസ് ആയിട്ട് അതായത് ഡിസ്ട്രിബ്യൂട്ടറികളായിട്ട് മാറുകയും ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ വോളിയം ഓഫ് വാട്ടറും സെഡിമെൻസും വളരെയധികം കൂടുതലായിരിക്കും. ഇങ്ങനെ നദി ഒഴുക്കിക്കൊണ്ട് വരുന്ന സെഡിമെൻറ്റ്സ് എന്ത് ചെയ്യും? ഈ ഡിസ്ട്രിബ്യൂട്ടറീസിന് ഇടയ്ക്കുള്ള റീജിയനിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ലാൻഡ് ഫോം രൂപം കൊള്ളുന്നു. ഇതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ദ സുന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ ഈസ് ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഡെൽറ്റയാണ് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ലാൻഡ് ഫോംസ് തന്നിട്ടുണ്ട്, പിന്നെ കോഴ്സ് ഓഫ് ഫോർമേഷൻ, ഇറോഷണൽ ആണോ ഡെപ്പോസിഷണൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ടർഫോൾ ഏത് കോഴ്സിലാണ് ഫോം ചെയ്യുന്നത്? അപ്പർ കോഴ്സിലാണ്. ഇറോഷന്റെ ഫലമായിട്ടാണ് വാട്ടർഫോൾ ഫോം ചെയ്യുന്നത്. വി ഷേപ്ഡ് വാലീസ് അതും അപ്പർ കോഴ്സിലാണ് ഫോം ചെയ്യുന്നത്, ഇറോഷന്റെ ഫലമാണ്. മിയാൻഡേഴ്സ് മിഡിൽ ആൻഡ് ലോവർ കോഴ്സിലാണ് ഫോം ചെയ്യുന്നത്. ഇറോഷന്റെയും ഡെപ്പോസിഷന്റെയും ഫലമായിട്ടാണ് മിയാൻഡറുകൾ ഫോം ചെയ്യുന്നത്. ഓക്സ്ബോ ലേക്സ് മിഡിൽ കോഴ്സിലാണ് ഫോം ചെയ്യുന്നത്, ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷന്റെ ഫലമായിട്ടാണ് ഫോം ചെയ്യുന്നത്. അടുത്ത എന്താണ്? ഫ്ലഡ് പ്ലെയിൻസ്, അത് ലോവർ കോഴ്സിലാണ്, ഡെപ്പോസിഷന്റെ ഫലമായിട്ടാണ് ഫോം ചെയ്യുന്നത്. ഡെൽറ്റാസ് ലോവർ കോഴ്സിലാണ് ഫോം ചെയ്യുന്നത്, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് വാട്ടർ കോൾഡ് ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്? എന്തുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്? Water can dissolve a large number of substances. Hence, water is called the universal solvent. അതായത് മറ്റ് ലിക്വിഡ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വാട്ടറിന് ഒരുപാട് സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സൊല്യൂഷൻ. Most of the minerals present in the rocks gets dissolved as water passes through them. This process is called a solution. അതായത് പാറകളിലൂടെയൊക്കെ വെള്ളം ഒഴുകുമ്പോൾ ഈ പാറകൾക്കുള്ളിലൊക്കെ ഉള്ള
മിനറൽസ് ഒക്കെ എന്ത് ചെയ്യും, വെള്ളത്തിൽ എളുപ്പം തന്നെ അലിഞ്ഞു ചേരുന്നു. ഈ പ്രോസസ്സിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറോഷൻ ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് ദ സബ്സിക്വന്റ് ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ ദ റിസൾട്ട് ഓഫ് സൊല്യൂഷൻ. അണ്ടർഗ്രൗണ്ട് വാട്ടർ മൂലമുള്ള ഇറോഷനും അതിന്റെ ഫലമായി ഉണ്ടാവുന്ന ലാൻഡ് ഫോംസും ഒക്കെ സൊല്യൂഷന്റെ ഒരു റിസൾട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കാസ്റ്റ് ടോപ്പോഗ്രഫി. എന്താണ് കാസ്റ്റ് ടോപ്പോഗ്രഫി? റോക്സ് like limestone easily dissolve in rainwater which percolate to form underground water. Hence, the erosional and depositional landforms of underground water are mainly confined to limestone regions. Such landform features are generally called karst topography. അതായത് ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ലൈംസ്റ്റോൺ പോലെയുള്ള റോക്സിൽ പതിക്കുമ്പോൾ അവ വേഗം റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്ന ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് കൂടുതലും കാണപ്പെടുന്നത് ലൈംസ്റ്റോൺ റീജിയൻസിലായിരിക്കും. ഇത്തരം ലാൻഡ് ഫോം ഫീച്ചേഴ്സിനെയാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് അറിയപ്പെടുന്നത്. വിച്ച് ആർ ദ വേരിയസ് ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ? അണ്ടർഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന വിവിധ തരം ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? ലൈംസ്റ്റോൺ കേവ്സ്, സ്റ്റാലക്ടൈറ്റ്സ്, സ്റ്റാലഗ്മൈറ്റ്സ്, ലൈംസ്റ്റോൺ പില്ലർ. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലൈംസ്റ്റോൺ കേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേവ്സ് ഫോംഡ് ബൈ ദ സൊല്യൂഷൻ ഓഫ് ലൈംസ്റ്റോൺ ഇൻ അണ്ടർഗ്രൗണ്ട് വാട്ടർ. അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഇറോഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന കേവ്സിനെയാണ് ലൈംസ്റ്റോൺ കേവ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാലക്ടൈറ്റ്സ്, the deposit of lime that grows upside down due to long continued process are called stalactites. അതായത് നമ്മൾ പറഞ്ഞല്ലോ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ ലൈംസ്റ്റോൺ ഡിസോൾഡ് ആണ്. അപ്പം ഈ വാട്ടർ നമ്മുടെ ലൈംസ്റ്റോൺ കേവിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് തുള്ളി തുള്ളികളായിട്ട് ഇറ്റ് വീഴുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കുറേ നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ എന്താണ്, ഈ ലൈം ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഗുഹയുടെ റൂഫിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പതിയെ പതിയെ ഇതൊരു കുറേ നാളത്തെ പ്രോസസ്സാണ്. പതിയെ പതിയെ ഇത് താഴോട്ട് ഇങ്ങനെ വളരുന്നു. അപ്പം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതിങ്ങനെ താഴോട്ട് വളരുന്നു. വളരുന്നതിനെയാണ് സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാലഗ്മൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡെപ്പോസിറ്റ് ഓഫ് ലൈം ഓൺ ദ ഫ്ലോർ ഓഫ് ദ കേവ് ദാറ്റ് ഗ്രോസ് അപ്വേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡെപ്പോസിഷൻ ഫ്രം എബോവ് ആർ കോൾഡ് സ്റ്റാലഗ്മൈറ്റ്സ്. അപ്പോൾ സ്റ്റാലഗ്മൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുമ്പോൾ എന്താണ്, താഴെയും ഒരു ഡെപ്പോസിഷൻ ഉണ്ടാവുന്നുണ്ടല്ലേ. ഈ ഡെപ്പോസിഷൻ ഇങ്ങനെ മുകളോട്ട് വളരുന്നു. ഇതിനെയാണ് സ്റ്റാലഗ്മൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോൺ പില്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാലക്ടൈറ്റ്സ് ആൻഡ് സ്റ്റാലഗ്മൈറ്റ്സ് ഡു മെർജ് ടുഗദർ ടു ഫോം പില്ലേഴ്സ്. അതായത് ഈ സ്റ്റാലക്സൈറ്റുകളും സ്റ്റാലഗ്മൈറ്റ്സുകളും കൂടി ജോയിൻ ചെയ്തു. താഴെ നിന്ന് ഇതിങ്ങനെ മുകളോട്ട് വളർന്നു വരുന്നു, ഇത് മുകളിൽ നിന്ന് താഴോട്ട് വളർന്ന് എന്താണ്, ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ലാൻഡ് ഫോമാണ് ലൈംസ്റ്റോൺ പില്ലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ലൈംസ്റ്റോൺ കേവ്. ലൈംസ്റ്റോൺ കേവിന് ഒരു എക്സാമ്പിൾ ആണ് ദ ബോറ കേവ്സ് നിയർ വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. ഹൗ കോസ്റ്റൽ ലാൻഡ് ഫോംസ് ആർ ക്രിയേറ്റഡ്. എങ്ങനെയാണ് കോസ്റ്റൽ ലാൻഡ് ഫോംസ് രൂപം കൊള്ളുന്നത്? കോസ്റ്റൽ ലാൻഡ് ഫോംസ് ആർ ക്രിയേറ്റഡ് ബൈ ദി ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ പ്രോസസ് ക്യാരിഡ് ഔട്ട് ബൈ വേവ്സ്. വേവ്സിന്റെ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ പ്രോസസ്സിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ലാൻഡ് ഫോംസ് ആണ് കോസ്റ്റൽ ലാൻഡ് ഫോംസ്. Which are the different coastal landforms? Different coastal landforms ഏതൊക്കെയാണെന്ന് നോക്കാം. സീ ക്ലിഫ്, സ്റ്റാക്സ്, ബീച്ചസ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സീ ക്ലിഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? The steep hillocks facing the sea are called sea cliffs. They are formed by the crumbling of the sea facing slopes due to wave erosion. കടലിലേക്ക് നോക്കി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെയാണ് സീ ക്ലിഫ്സ് എന്ന് പറയുന്നത്. വേവ്സിന്റെ ഇറോഷൻ മൂലമാണ് കടലിന് അഭിമുഖമായി നിൽക്കുന്ന കരഭാഗം ഇടിഞ്ഞ് ഇത്തരം ചെങ്കുത്തായ സീ ക്ലിഫുകൾ ഉണ്ടാകുന്നത്. സീ ക്ലിഫ് അറ്റ് ദ വർക്കല ബീച്ച് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഈസ് ആൻ എക്സാമ്പിൾ. എന്താണ് സ്റ്റോക്സ്? Isolated rock pillars formed by coastal rocks due to abrasion by waves are called stocks. സീ വേവ്സ് ശക്തമായി വന്ന് കോസ്റ്റൽ റോക്സിൽ അടിക്കുമ്പോൾ അവയ്ക്ക് അബ്രഷൻ സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഒറ്റപ്പെട്ട പില്ലർ പോലെയുള്ള റോക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബീച്ചസ്? ദേ ആർ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എലോങ് ദ കോസ്റ്റൽ ലൈൻ ഫോംഡ് വിത്ത് സാൻഡ്, ഗ്രാവൽ എക്സെട്ര. അതായത് സാൻഡ്, ഗ്രാവൽ പോലെയുള്ള റോക്ക് പാർട്ടിക്കിൾസ് കോസ്റ്റൽ ലൈനിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ലാൻഡ് ഫോമാണ് ബീച്ചസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ബീച്ചസിന് എക്സാമ്പിളാണ് കോവളം, ശംഖുമുഖം, വർക്കല, ചെറായി, കോഴിക്കോട്,
മുഴുപ്പിലങ്ങാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദീസ് സ്റ്റോക്സ് വിത്ത്സ്റ്റാൻഡ് ദ സ്ട്രോങ് വേവ് ഇറോഷൻ? എങ്ങനെയാണ് സ്റ്റോക്കുകൾക്ക് സ്ട്രോങ് വേവ് ഇറോഷനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സ്റ്റോക്സ് വിത്ത്സ്റ്റാൻഡ് വേവ് ഇറോഷൻ ഡ്യൂ ടു their rock composition of resistant rock type, isolation from the main cliff and dissipation of wave energy as it climbs the stock. പ്രത്യേകതരം റെസിസ്റ്റൻ്റ് റോക്ക് ടൈപ്പിൻ്റെ ഒരു കോമ്പോസിഷനാണ് ഈ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവ മെയിൻ ക്ലിഫിൽ നിന്ന് ഒറ്റ തിരിഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ ഈ വേവ്സ് ഈ സ്റ്റോക്സിലേക്ക് വന്ന് അടിക്കുമ്പോഴത്തേക്ക് അത് ചിന്നിച്ചെതറി പോകുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഈ സ്റ്റോക്സിന് വേവ് ഇറോഷനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ഡെസേർട്ട് ഫ്രം അതർ പ്ലേസസ്? മറ്റ് പ്ലേസുകളിൽ നിന്ന് ഡെസേർട്ടിനെ വേർതിരിച്ച് വെക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹൈ ടെമ്പറേച്ചർ, അവിടുത്തെ ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് വിൻഡ്സ്, സാൻഡി സോയിൽ, ലോ റെയിൻഫോൾ, ലെസ് വെജിറ്റേഷൻ. ഇതൊക്കെയാണ് മറ്റ് പ്ലേസസെ വെച്ച് ഡെസേർട്ടിനെ ഡിസ്റ്റിങ്വിഷ് ആക്കുന്നത്. വിച്ച് ഇസ് ദ മേജർ ജിയോമോർഫിക് ഏജന്റ് ക്രിയേറ്റിംഗ് ലാൻഡ് ഫോംസ് ഇൻ ഡെസേർട്സ്? ഡെസേർട്സിലെ ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജന്റ് ഏതാണ്? വിൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is deflation? The strong whirlwind carry away the dry desert sands from one place to another. This process of wind erosion is called deflation. അതായത് മരുഭൂമിയിലെ ശക്തമായ ചുഴലിക്കാറ്റ് ഡ്രൈ സാൻഡ്സിനെ, ഡെസേർട്സിലെ ഡ്രൈ സാൻഡ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരം വിൻഡ് ഇറോഷൻ പ്രോസസ്സിനെയാണ് ഡിഫ്ലേഷൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is abrasion? എന്താണ് abrasion? As a result of the continued erosion caused by sand and other rock particles carried by strong winds, rock in deserts get worn down. This process of wind erosion is called abrasion. അതായത് ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന സാൻഡും മറ്റ് റോക്ക് പാർട്ടിക്കിൾസും മരുഭൂമിയിലെ ഉയർന്ന റോക്സുകൾക്ക് തേയ്മാനമുണ്ടാക്കുന്നു. ഈ വിൻഡ് ഇറോഷൻ പ്രോസസ്സിനെയാണ് അബ്രാഷൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് സീൻ ഇൻ ഡെസേർട്സ്? ഡെസേർട്ടിൽ കാണപ്പെടുന്ന വിവിധ തരം ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്, ബർക്കൻസ്. അബ്രാഷൻ്റെ ഫലമായിട്ട് കൂൺ രൂപത്തിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന റോക്സിനെയാണ് മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. സാൻഡ് ഡ്യൂൺസ്. എന്താണ് സാൻഡ് ഡ്യൂൺസ്? ദ സാൻഡ് ഡ്യൂൺസ് ആർ മൗണ്ട് ഓഫ് സാൻഡ് റോക്ക്ഡ് ഇൻ ദ ഡെസേർട്ട് ആസ് എ റിസൾട്ട് ഓഫ് ഡെപ്പോസിഷൻ ബൈ വിൻഡ്. അതായത് വിൻഡിൻ്റെ ഡെപ്പോസിഷൻ മൂലം ഡെസേർട്ടിൽ ഉണ്ടാവപ്പെടുന്ന മണൽ കൂനകളാണ് സാൻഡ് ഡ്യൂൺസ്. അതായത് ഇപ്പോൾ വിൻഡ് ഈ ഡയറക്ഷനിലാണ് ബ്ലോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? വിൻഡ് മണ്ണിനെ ഈ ഡയറക്ഷനിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഒരു കൂന പോലെ ഉണ്ടാക്കുന്നു. ഇതിനെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. എന്താണ് ബർക്കൻസ്? ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള സാൻഡ് ഡ്യൂൺസിനെയാണ് ബർക്കനുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെയിം ദ ഒൺലി കോണ്ടിനെന്റ് വെയർ ദ ഡെസേർട്സ് ആർ ആബ്സെന്റ്. ഡെസേർട്ടുകൾ ഇല്ലാത്ത ഒരേ ഒരു കോണ്ടിനെന്റ്, അത് യൂറോപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ആർ ഫോംഡ്? എങ്ങനെയാണ് ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത്? സാൻഡ് ആൻഡ് അതർ റോക്ക് പാർട്ടിക്കിൾസ് ആർ ഓൾസോ ക്യാരിഡ് ഡൗൺ ബൈ ദീസ് മൂവിംഗ് മാസ് ഓഫ് ഐസ്. ദ റോക്ക് പാർട്ടിക്കിൾസ് spike to the bottom of these glaciers, rub against and polish the surface over which they move. This causes the formation of various glacial erosional landforms. Glacial landforms are generally confined to the high mountain ranges and the poles. മഞ്ഞുപാളികൾ നീങ്ങുമ്പോൾ അവിടുത്തെ സാൻഡും മറ്റ് റോക്ക് പാർട്ടിക്കിൾസിനെയും ഇവ നീക്കിക്കൊണ്ടു പോകുന്നു. അപ്പം അതുപോലെ തന്നെ ഈ ഗ്ലേസിയേഴ്സിൻ്റെ അടിയിൽ റോക്ക് പാർട്ടിക്കിൾസ് പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഇതുമൂലം അവ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന പ്രതലങ്ങളെ അവ റബ്ബ് ചെയ്ത് മിനുസപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് വിവിധ തരം ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ്, ഗ്ലേഷ്യൽ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത്. ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ആർ ജനറലി കൺഫൈൻഡ് ടു ഹൈ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് പോൾസ്. ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് സാധാരണയായി കാണപ്പെടുന്നത് ഹൈ മൗണ്ടൻ റേഞ്ചസുകളിലും പോൾസിലുമാണ്. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലുമാണ് ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? അപ്പം ഇവ ഇങ്ങനെ നീങ്ങി പോകുമ്പോൾ ഇവിടുത്തെ സാൻഡും റോക്ക് പാർട്ടിക്കിൾസിനെയും ഇവ കൂടെ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ ഗ്ലേസിയറിന് അടിയിലുള്ള റോക്സ് എന്ത് ചെയ്യുന്നു? അവിടെ റബ്ബ് ചെയ്ത് അവിടെ മിനുസപ്പെടുത്തുന്നു. അപ്പം ഇങ്ങനെയാണ് പലതരം ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് രൂപം കൊള്ളുന്നത്. Which are the different types of valleys formed by glacial erosion? ഗ്ലേഷ്യൽ ഇറോഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന വ്യത്യസ്ത തരം വാലീസ് എന്തൊക്കെയാണ്? സിർക്സ് ആൻഡ് യു ഷേപ്ഡ് വാലീസ്. എന്താണ് സിർക്സ്? ആംചെയർ ലൈക്ക് വാലീസ് ഫോംഡ് ബൈ ഗ്ലേഷ്യൽ ഇറോഷൻ ആർ കോൾഡ് സിർക്സ്. ഗ്ലേഷ്യൽ ഇറോഷന്റെ ഫലമായിട്ട്
ചാരുകസേരയുടെ രൂപത്തിലുള്ള വാലികൾ ഫോം ചെയ്യുന്നു. ഇവയാണ് സിർക്കുകൾ എന്ന് അറിയപ്പെടുന്നത്. U-shaped valleys. The erosion caused by the continuous movement of glaciers along the valleys curves out steep-sided and flat-bottomed U-shaped valleys. വാലികളിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലേസിയേഴ്സ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സ്റ്റീപ്പ് സൈഡ്സ് ഉള്ളതും താരതമ്യേനെ നിരപ്പായ ബോട്ടം ഉള്ളതുമായിട്ടുള്ള വാലീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതൊരു യു ഷേപ്പ് പോലെയാണ് അല്ലേ, അതുകൊണ്ടാണ് ഇവയെ യു ഷേപ്ഡ് വാലീസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ മൊറൈൻസ്? എന്താണ് മൊറൈനുകൾ? ദ സെഡിമെന്റ്സ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഗ്ലേഷ്യേഴ്സ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ വാലി. ദീസ് ഡിപ്പോസിഷണൽ ഫീച്ചേഴ്സ് ബൈ ഗ്ലേഷ്യേഴ്സ് ആർ കോൾഡ് മൊറൈൻസ്. അതായത് ഗ്ലേസിയേഴ്സ് വഹിച്ചുകൊണ്ടുവരുന്ന സെഡിമെന്റ്സ് വാലിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇത്തരം ഗ്ലേസിയേഴ്സ് ലാൻഡ് ഫോമുകളെയാണ് മൊറൈൻസ് എന്ന് പറയുന്നത്. ഇത് ഡെപ്പോസിഷന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ വേരിയസ് പോർഷൻസ് ഓഫ് ദ വാലി ഇൻ വിച്ച് മൊറൈൻസ് ആർ ഫോംഡ്. അപ്പം ചിത്രം ഒബ്സർവ് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് മൊറൈൻസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാൻ. അപ്പോൾ നമുക്കറിയാം മൊറൈൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഡെപ്പോസിഷന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്ന് എലോങ് ദ സൈഡ്സ് ഓഫ് ദ വാലി, വാലിയുടെ വശങ്ങളിൽ ഉണ്ടാകാം, അതിനെ നമ്മൾ ലാറ്ററൽ മൊറൈൻസ് എന്ന് പറയും. ഇനി എന്താണ്, മിഡിലിൽ വരാം, വാലിയുടെ മിഡിൽ ഭാഗങ്ങളിൽ ഉണ്ടാവാം, ഇൻ ദ മിഡിൽസ് ഓഫ് ദ വാലി, അതിനെ മീഡിയൽ മൊറൈൻസ് എന്ന് പറയപ്പെടുന്നു. ഇനി എന്താണ്, എൻഡ് ഫൂട്ട് ഓഫ് ദ വാലിയിലാകാം, അതിനെ എൻഡ് മൊറൈൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഗിവൺ വർക്ക്ഷീറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ഫ്രം ദിസ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചതെല്ലാം വെച്ചുകൊണ്ട് ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസിൻ്റെ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പം ഇത് ഏത് ലാൻഡ് ഫോം ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടുത്തെ ജിയോമോർഫിക് ഏജൻറ്റ് ഏതാണ്, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഇറോഷണൽ ആണോ ഡെപ്പോസിഷണൽ ആണോ. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അത് സീ ക്ലിഫ് ആണ്. ഇവിടുത്തെ ഏജൻറ്റ് വേവ്സ് ആണ്. ഇറോഷൻ്റെ ഫലമായിട്ടാണ് സീ ക്ലിഫ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, മഷ്റൂം റോക്സ്. ഇത് നമുക്ക് ഡെസേർട്സിലാണ് കാണാൻ സാധിക്കുക. ഇവിടുത്തെ ജിയോമോർഫിക് ഏജൻറ്റ് വിൻഡ് ആണ്. ഇറോഷൻ്റെ ഫലമായിട്ടാണ് ഈ ലാൻഡ് ഫോം ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇതെന്താണ്, സ്റ്റോക്സ് ആണ്. വേവ്സ് ആണ് ഏജന്റ്, ഇറോഷണൽ. സിർക്സ്, ഗ്ലേസിയേഴ്സ് ആണ് ഇവിടുത്തെ ഏജന്റ്, ഇറോഷന്റെ ഫലമായിട്ടാണ് സിർക്സ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ബീച്ചസ്. ബീച്ചസ് എന്താണ്, ഇവിടുത്തെ ഏജന്റ് വേവ്സ് ആണ്, ഡെപ്പോസിഷനിലാണ്. ബർക്കനും ഡെസേർട്ടിൽ കാണപ്പെടുന്നതാണ്. വിൻഡ് ആണ് ഇവിടുത്തെ ജിയോമോർഫിക് ഏജന്റ്, ഡെപ്പോസിഷനിലാണ്, പ്രോസസ് ഓഫ് ഫോർമേഷൻ. Next question. Differentiate between degradation and aggradation. ഡിഗ്രഡേഷനും അഗ്രഡേഷനും ഉള്ള വ്യത്യാസം എന്താണ്? The elevated regions are leveled down by erosion and low-lying regions are filled by deposition. അപ്പം ഇറോഷൻ്റെ ഫലമായിട്ട് എന്താണ്, ഇലവേറ്റഡ് റീജിയൻ ഉയർന്ന റീജിയൻസിനെ നിരപ്പാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഡെപ്പോസിഷൻ്റെ ഫലമായിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ ഫില്ല് ചെയ്യപ്പെടുന്നു. These processes are called degradation and aggradation respectively. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് ഡിഗ്രഡേഷൻ എന്നും അഗ്രഡേഷൻ എന്നും അറിയപ്പെടുന്നത്. അതായത് ഇലവേറ്റഡ് റീജിയൻ ലെവൽ ഡൗൺ ചെയ്യുന്നതിന് ഡിഗ്രഡേഷൻ എന്നും ലോ ലൈങ് റീജിയൻ ഫിൽഡ് ചെയ്യുന്നതിന് അഗ്രഡേഷൻ എന്നും അറിയപ്പെടുന്നു. ദ പ്രോസസ്സസ് ടുഗദർ ആർ ജനറലി കോൾഡ് ഗ്രഡേഷൻ as both level the surface of the earth. ഈ രണ്ട് പ്രോസസ്സും എർത്ത് സർഫസിനെ ലെവൽ ചെയ്യുന്നത് കൊണ്ട് ഇവയെ പൊതുവായിട്ട് ഗ്രഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രിങ് ചേഞ്ചസ് ടു എർത്ത് സർഫസ്? എർത്ത് സർഫസിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? റിക്ലമേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, അതായത് വയൽ നികത്തൽ, പിന്നെ ഡിഫോറസ്റ്റേഷൻ ഉണ്ട്, മൈനിങ്, ക്വാറിങ്, റോഡ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് മറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് ഒരു കോൺസെപ്റ്റ് മാപ്പ് കാണിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ജിയോമോർഫിക് ഏജന്റ് 4 തരമാണുള്ളത്: വാട്ടർ, വേവ്സ്, ഗ്ലേസിയർ, വിൻഡ്. വാട്ടർ വഴി ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസ് 2 തരം: ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്, കാസ്റ്റ് ടോപ്പോഗ്രഫി. ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ആണ് വി ഷേപ്ഡ് വാലി, വാട്ടർഫോൾസ്, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ഫ്ലഡ് പ്ലെയിൻസ്, ഡെൽറ്റാസ്. കാസ്റ്റ് ടോപ്പോഗ്രഫി ആണ് ലൈംസ്റ്റോൺ കേവ്, സ്റ്റാലക്ടൈറ്റ്സ്, സ്റ്റാലഗ്മൈറ്റ്സ്, ലൈംസ്റ്റോൺ പില്ലർ. ഇനി വേവ് വഴി ഫോം ചെയ്യുന്നതാണ് സീ ക്ലിഫ്സ്, സ്റ്റോക്സ്, ബീച്ചസ്. ഗ്ലേസിയർ വഴി ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണ് സിർക്സ്, യു ഷേപ്ഡ് വാലീസ്, മൊറൈൻസ്. വിൻഡ് വഴി ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണ് മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്, ബർക്കൻ. അടുത്തതായിട്ട് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ്.
ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.